ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോൾ എന്നും ഈ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. 5 മിനിറ്റിനകം നീ ബ്ലീഡിംഗ് ആയി പെടഞ്ഞിവിടെ കിടന്ന് ഉരുളും. അതിനുള്ള പണിയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ അമ്മായിമ്മയും മരുമകളും ഒന്നായി. എന്തായാലും വർമ്മ സാറെ ബോംബ് വെച്ച് കൊല്ലാൻ ശ്രമിച്ച ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇത് ചെയ്ത ആരായാലും മഹാദ്രോഹികളാ. അവനൊക്കെ കാളസർപ്പത്തിന്റെ കടിയേറ്റേ ചാവത്തുള്ളൂ. നിങ്ങള് പോവല്ലേ? പാടോ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. നാശങ്ങള്. പെണ്ണും ചെക്കനും വന്നല്ലോ. എടി രാധേ, പെണ്ണും ചെക്കനും വന്നോടി. ഇത് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാ. മോള് പേടിക്കണ്ട. ഇത്തിരി കഴിയിട്ടടി, നിന്റെ ചിരിയും കളിയും ഞാൻ അവസാനിപ്പിച്ചു തരാം. എന്റെ മകന്റെ കുഞ്ഞിനെ പെറ്റു വളർത്തി ഈ വീട്ടിലെ തറവാട്ടമ്മയായി വാഴാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആദ്യം അകത്തേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് വളകളൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പന്തലിലേക്ക് കൊണ്ടുപോവാം. രുക്മിണി എന്തു പറയുന്നു? അത് മതി, അതാണല്ലോ ചടങ്ങ്. എന്നാ പിന്നെ രുക്മിണിനെ കൊണ്ടുപോ. മോളെ, അന്ന് അമ്മ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞുപോയി. അത് അന്നേരത്തെ വിഷമവും സങ്കടമൊക്കെ കൊണ്ട് പറഞ്ഞു പോയതാ. മോൾ അതൊന്നും മനസ്സിൽ വെക്കരുതേ. ഇല്ലമ്മേ, ഏതൊരു അമ്മായിയമ്മയും പറയുന്നതേ അമ്മയും പറഞ്ഞോളൂ. അതൊന്നും സാരമില്ല. അമ്മേനെ സ്വീകരിച്ചല്ലോ, എനിക്കത് മതി. ഇനി മുതൽ എന്റെ പൊന്നിനെ ഞാൻ എന്റെ മകളെ പോലെ നോക്കും. മോൾ എന്നും ഈ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. 5 മിനിറ്റിനകം നീ ബ്ലീഡിംഗ് ആയി പെടഞ്ഞിവിടെ കിടന്ന് ഉരുളും. അതിനുള്ള പണിയൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ അമ്മായിമ്മയും മരുമകളും ഒന്നായി. നമ്മളൊക്കെ ഔട്ട്. ഇതാ മോള് വാ. മഹരീഷേ, അലങ്കരിച്ച് കസേരയിൽ പോയി ഇരിക്ക്. എന്തിനാ ചേട്ടാ? ഗർഭിണിയായ സ്ത്രീക്ക് വളകാപ്പ്, അല്ലാതെ അവളുടെ ഭർത്താവിനല്ല. അയ്യ, അല്ല എന്നാലും എന്റെ ഉത്തരവാദിയാണല്ലോ. അങ്ങനെ ഇപ്പൊ കൈ കഴുകി മാറാൻ നോക്കണ്ട. അവൻ മരുമകന്റെ പെങ്ങളുടെ വളകാപ്പിന് പോയിരിക്കുന്നു. അവന്റെ ഒരു 16 അടിയന്തരം. മിനിസ്റ്റർ അംബികയാണല്ലോ.
അംബികെ, എന്തായി രുക്മിണി? ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചടങ്ങ് തുടങ്ങിയോ? തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങള് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അല്ല, എങ്ങനെ? എന്നെക്കാൾ കൂടുതൽ പ്രതികാരം രാജുവിനോടും രാജുവിന്റെ കുടുംബത്തോടും രുക്മിണിക്കുണ്ടെന്ന് എനിക്കറിയാം. അത് പിന്നെ എന്നോട് പ്രത്യേകം പറയണോ അംബികെ? ഞാനാ പഴയ അംബികാവർമ്മയല്ല, ഒരു മന്ത്രിയാ. അംബിക മന്ത്രിയായി പോയതിന് ഞാൻ എന്ത് പഴിച്ചു? അംബിക എന്നും എന്റെ പഴയ അംബിക തന്നെയാ. അതുപോട്ടെ. അതുകൊണ്ട് ഞാൻ ചോദിക്കുവാ, മകൾ രമ്യയെ ഒരു ഭ്രാന്തിയാക്കി, ഒരേ ഒരു ആൺതരിയെ രുക്മിണിയുടെ ശത്രുവും ആക്കി. അങ്ങനെയുള്ള ആ കുടുംബത്തിലെ പെണ്ണിന്റെ വയറ്റില് രുക്മിണിയുടെ മകന്റെ കുഞ്ഞ് വളരാൻ പാടുണ്ടോ? പാടില്ല, ഒരിക്കലും പാടില്ല. വെരി ഗുഡ്. എന്താ ഇത്? ഇതൊരു കൊച്ചു ബോംബ് പൊടിയാ. ശ്രീലക്ഷ്മി കഴിക്കുന്ന ഉണ്ണിയപ്പത്തില് ഈ പൊടി ആരും കാണാതെ ചേർക്കണം. പിറവിയെടുത്ത കുഞ്ഞ് കരിഞ്ഞു തീർന്നോളൂ. ദൈവമേ, പന്തല് ചെല്ലുമ്പോ ഇത് തന്നെ അവക്ക് തിന്നാൻ തോന്നണേ. ഓ, എങ്കിൽ നടക്കട്ടെ രുക്മിണി. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു അംബികെ. എല്ലാ കാര്യവും കൃത്യമായിട്ട് വർക്കൗട്ട് ആവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ശേ, അതിനെന്താ സംശയം? പ്രാർത്ഥന ഉണ്ടാവും. അങ്ങനെ ഇന്ന് രാജുവിന്റെ വീട്ടിലെ കൊടുങ്കാറ്റ. ഈ വളകാപ്പിനെ പുളികൊടി എന്നാ ചിലർന്നൊക്കെ പറയുന്നത്. ഞങ്ങളെ നാട്ടില് സീമന്തെന്നാ പറയാ.